ഹലോ ഫാമിലി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ കണ്ടാൽ മതി. പീരീഡ്സിനെ കുറിച്ചാണ്. പിന്നെ അമ്മയില്ലാതെ വളരുന്ന കുട്ടികളുണ്ടാവും. അപ്പനായിരിക്കും ചിലപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നവരുണ്ടാവും. അപ്പൊ അപ്പൻ എങ്ങനെ പറയും എന്ന് ആലോചിക്കുന്നവർക്കുണ്ടാവും. അല്ല, അമ്മമാരുണ്ടെങ്കിൽ പോലും ഈ കുട്ടികളോട് എങ്ങനെ ഇത് പറയും, എന്തൊക്കെയായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് എനിക്കറിയില്ലായിരുന്നിട്ടുള്ള കാര്യം പറയാം. പീരീഡ്സ് വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു സത്യമായിട്ടും. വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ബോഡി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഒരു 90% കുട്ടികൾക്ക് ഉണ്ടാവാറ്, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോ ഞാൻ എൻ്റെ മകൾക്ക് 9 വയസ്സാവാനായി. അപ്പോ ഞാൻ ഇതിനെക്കുറിച്ച്, കാരണം പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട്, 8 വയസ്സിൽ പീരീഡ്സ് ആയിട്ടുണ്ട്, 9 വയസ്സിലായിട്ടുണ്ട്, 10 വയസ്സായിട്ടുണ്ട്. എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 13 വയസ്സിലാണ് എനിക്ക് പീരീഡ്സ് ആയത്. അന്നൊരു റിലേ കട്ടായി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വന്നു. അതങ്ങനെ ആ സമയത്തുള്ള കൺസെപ്റ്റ് അല്ല ഇപ്പോൾ. അപ്പൊ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, പീരീഡ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികളിൽ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, ഞാൻ കോതമംഗലത്തെ റെനി ഡോക്ടറെയാണ് ഞാൻ അന്നമ്മനെ കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളും ഞാനായിട്ട് അനലൈസ് ചെയ്ത കാര്യങ്ങളും, ഞാൻ ചില കാര്യങ്ങൾ ഒരേ പ്രായക്കാരായ കുട്ടികളുടെ പീരീഡ്സ് ആയ അമ്മമാരോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനിതൊരു ഡോക്ടറല്ല, ഞാനൊരു അമ്മയാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. അത് എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കുട്ടികളിൽ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് 1-2 വർഷം മുമ്പേ കാണിച്ചു കൊടുക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പീരീഡ്സ് ആയതിനു ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ പീരീഡ്സ് എപ്പോഴൊക്കെയാണ് ഒരു അപകടകരമായ ഒരു ഏരിയയിലേക്ക് എത്തുന്നതും എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ സഹായം തേടേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറേയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ്. കാരണം ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് അല്ല ചെയ്യാത്ത കാര്യങ്ങൾ, ഡോക്ടറിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ അന്തം വിട്ട് കേട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോള് അന്നമ്മയോട് ഞാൻ ചോദിച്ചു, അന്നമ്മേ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അവളോട് സംസാരിച്ചു. ഇതിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു ഓക്കെ സംസാരിക്കാം ഇനിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നമ്മ എന്നോട് പറഞ്ഞത്, അത് വയറുവേദനയും നടുവേദനയും വരുന്ന സാധനമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവളുടെ ആൻസർ കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, മോളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത് പറയാറുണ്ടോ പീരീഡ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ മെൻസസ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടോ? മെൻസസ് അവള് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കുട്ടികൾ ഉണ്ടാവുന്നതല്ലേ പീരീഡ്സ് എന്ന് പറഞ്ഞു. കുട്ടിയുടെ ഇതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ കുട്ടികളോട് ഇരുന്ന് ചോദിക്കുന്നതല്ലായിരിക്കും. കുട്ടികൾ ഉണ്ടാവുന്നതല്ലേ പീരീഡ്സ് ആയപ്പോ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിക്കണേ, പീരീഡ്സ് ആയപ്പോ തന്നെ കുട്ടികൾ ഉണ്ടാവുന്ന രീതി പേടിച്ച് അലറിയാതിരുന്നത് ഭാഗ്യം. പിന്നെ ഞാൻ ചോദിച്ചു, സാനിറ്ററി പാഡ് എടുത്തിട്ട് ചോദിച്ചു, ഇത് എന്തിനുള്ളതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവളെ കൊണ്ട് ഇടയ്ക്ക് എൻ്റെ പാഡൊക്കെ എടുപ്പിക്കും. കാരണം അവിടെ ഇരിക്കേണ്ട മോനെ അതൊന്നും എടുത്തന്നെ അമ്മയ്ക്കെന്ന് പറയും. അപ്പോഴൊക്കെ കുഞ്ഞില് ഏകദേശം ഒരു 5 വയസ്സ് മുതൽ ഞാൻ ആ പാഡൊക്കെ ഇങ്ങനെ എടുപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പാമ്പേഴ്സ് ആണ്, അന്നമ്മ ഉപയോഗിക്കൂലേ പാമ്പേഴ്സ്, അമ്മ ചിലപ്പോൾ നടന്നു പോണ വഴിക്കൊക്കെ ചിലപ്പോൾ മൂത്രം ഒഴിക്കും, അപ്പൊ അമ്മ വെക്കുന്ന പാമ്പേഴ്സ് ആണ് ഇതെന്ന് പറയുമായിരുന്നു. സെയിം തന്നെ അവള് മറുപടി പറഞ്ഞു, ഇത് അമ്മയ്ക്കുള്ള പാമ്പേഴ്സ്, അമ്മയ്ക്ക് വയറുവേദനയും നടുവേദനയും വരുമ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ അമ്മ ഉപയോഗിക്കണ പാമ്പേഴ്സ് ആണ്. അതായത് 9 വയസ്സാവാനായ എൻ്റെ മകളുടെ മറുപടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പിള്ളേരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ അവരോടൊന്ന് ചോദിച്ചോട്ടോ. ധൈര്യമായിട്ട് ചോദിക്കാണ്ട് പിള്ളേർക്ക് അതിനൊരു ഫ്രീഡം കൊടുക്കണം. എനിക്കറിയാം, നിനക്കറിയാമെങ്കിൽ നീ പറഞ്ഞോ, അമ്മ ഒന്നും പറയൂല, പറഞ്ഞോ. അമ്മൂമ്മമാരും അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് പറഞ്ഞോ. കാരണം അവർക്ക് പല വീടുകളിലും ഇപ്പോഴും അത് അക്സെപ്റ്റബിൾ അല്ല. അയ്യോ പീരീഡ്സിനെ കുറിച്ച് ഇപ്പോഴേ എന്തൊക്കെ വർത്താനോ പറയുന്നേ എന്ന് പറയുന്നവരുണ്ട്. അത് ഞാൻ കുറ്റം എന്നല്ല, അന്നത്തെ സമയത്തുള്ള കൾച്ചറും ഇന്നത്തെ സമയത്തുള്ള ഒരു വ്യത്യാസമാണ്. അവരൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മകളിൽ നിന്ന് കിട്ടിയ എനിക്ക് റിപ്ലൈ. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച കാര്യം ഞാൻ പറയാം. കുട്ടികൾ കാണിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, ഒരു 8 വയസ്സാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായം എൻ്റെ അറിവിൽ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഏരിയയിലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കണക്ക് വെക്കുമ്പോൾ 8 വയസ്സിലൊക്കെ പീരീഡ്സ് ആവുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ, അതായത് ബ്രസ്റ്റിലൊക്കെ ചെറിയൊരു സൈസ് വ്യത്യാസം, നമ്മൾ അമ്മമാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം, അതെങ്ങനെയാണ് ഇത്രയും സൈസ് വ്യത്യാസം? ഞാൻ സത്യമായിട്ട് അന്തം വിട്ട് ഞാൻ ഡോക്ടർ ചോദിച്ചു, അതെങ്ങനെയാ സൈസ് വ്യത്യാസം? നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളാണ് അവര്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു സൈസ് വ്യത്യാസം, ചെറിയ രീതിയിൽ കാലിലാണെങ്കിൽ ശരി, ഈ നമ്മുടെ കഷം ഭാഗത്തൊന്നും അല്ല ഞാൻ പറയുന്നത്, കാലിലൊക്കെ ആണെങ്കിൽ ശരി ചെറിയൊരു രോമ വളർച്ച ഇച്ചിരി കൂടി കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇത് എല്ലാ കുട്ടികളിലും ഉണ്ടാവണമെന്നില്ല, അതും പറഞ്ഞാൽ ആകുലപ്പെടരുത് അമ്മമാരെട്ടോ. അപ്പൊ അതുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് ഉറപ്പാണ് ഒരു 2 വർഷത്തിനുള്ളിൽ പീരീഡ്സ് ആകും കേട്ടോ. അപ്പോ
ഏത് സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം? 16 വയസ്സ് വരെ പീരീഡ്സ് ആയില്ലെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കണ്ടാൽ മതി. ഓക്കെ. പിന്നെ ഒരു പ്രശ്നം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെ നമ്മൾ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 വയസ്സിന് താഴെ പീരീഡ്സ് ആയ എല്ലാ കുട്ടികളിലും ഇല്ല, ചില കുട്ടികളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൊക്കം കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. നമുക്കിപ്പോൾ ഒരു ലക്ഷണം കാണുവാണ്, നമ്മളുടെ കുട്ടികൾക്ക് ഈ ആ ഗ്രോത്ത് നിന്നു പോകും എന്ന് ഒരു ആകുലത ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് സംസാരിച്ച് ഈ ഒരു പീരീഡ്സ് അവളുടെ കറക്റ്റ് പ്രായത്തിൽ 11, ഈ പറഞ്ഞ 11-12 വയസ്സിൽ വരാൻ പാകുന്ന രീതിയിൽ ചികിത്സകൾ, ഇഞ്ചക്ഷനുകൾ അവൈലബിൾ ആണ്. അത് നമ്മുടെ കുട്ടിയും ഡോക്ടറും നമ്മളും പോയി സംസാരിച്ച് എൻ്റെ മകൾക്ക് അതിനുള്ള ഹോർമോൺസ് ആയിട്ടുണ്ടോ, അതിനുള്ള പക്വതയായിട്ടുണ്ടോ, അതിനുള്ള ബോഡി ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അത് ഡോക്ടറോട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരേ ചെറിയ ലക്ഷണങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ ഈ സമയത്ത് പീരീഡ്സ് ആയാലും അവളുടെ വളർച്ചയെ ബാധിക്കോ, അപ്പോൾ അവരെ കറക്റ്റ് ആയിട്ടുള്ള പൊക്കവും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പറയും. അതായത് പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്നല്ല, അതൊരു നാച്ചുറൽ പ്രോസസ് ആണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ മെച്ചൂർഡ് ആവാതെ നമ്മുടെ കുട്ടികളുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അതിനൊരു ട്രീറ്റ്മെന്റ് ഡോക്ടർ പറയും. അത് സെൽഫായിട്ട് ഒരു കാര്യവും ചെയ്യരുത്, പീഡിയാട്രിഷ്യനെയും ഗൈനോനെയും ഒക്കെ കണ്ടിട്ട് വേണം. ഓക്കെ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് നമ്മൾ ഇത് എന്ത് പറയും? അപ്പോൾ ഞാൻ ഇത് എങ്ങനെ പറയും എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. എന്ത് പറയും എൻ്റെ മാതാവേ, ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും, ഏതൊക്കെ രീതിയിൽ അവൾക്ക് ഇത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് പറ്റുന്ന ഏതാണോ അത് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്നെ മൂത്രമൊഴിക്കുന്നത് പോലെ, എന്നെ മൂത്രമൊഴിക്കുന്ന താഴെ, അല്ലാതെ നിങ്ങൾ പോയിട്ട് യോനി ഭാഗം അവിടെ അണ്ടം വരും, അവിടെ നിന്ന് പ്രസവം നടക്കും, ഇതൊന്നും പറയണ്ട ഈ പിള്ളേരോട്. മൂത്രമൊഴിക്കുന്നതിൻ്റെ താഴേന്ന് കുറച്ച് ബ്ലഡ് വരും, അത് മിക്കവാറും എല്ലാ മാസവും വരും. അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്, അതൊരു പ്രൗഡാണ്. അന്നയോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അന്നെ പറഞ്ഞു അയ്യേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മോനെ അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്, ഭയങ്കര നല്ലൊരു മൊമെന്റ് ആണ് അത്, നമ്മൾ പ്രൗഡ് ചെയ്യണം അതിനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ ഓക്കെ. ഒരു 2-3 ദിവസം ഞാനത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അവൾ ആ ഒരു പ്രൗഡിലേക്ക് എത്തി. അതുവരെ അയ്യേ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്തെങ്കിലും മോൻ അങ്ങനെ കാണുവാണെങ്കിൽ ടീച്ചറോട് പറയണേ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ പറയില്ല. പക്ഷെ ഞാനത് സംസാരിച്ച് ടീച്ചറും പാരന്റും രണ്ടും വേറെ വേറെ അല്ല, നമ്മളെപ്പോലെ തന്നെയാണ് ടീച്ചേഴ്സും. കാരണം നമ്മളെപ്പോലെ തന്നെ ഈക്വൽ സമയം ടീച്ചേഴ്സിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ മോൻ അങ്ങനെ വരുവാണെങ്കിൽ, മോൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും വരുവാണെങ്കിൽ അയ്യേ ഇത് ഷെയിം അല്ല, പ്രൗഡ് മൊമെന്റ് ആണ്, അയ്യേന്ന് പറയണ്ട, ടീച്ചറോട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലഡ് വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ പാഡ്, അല്ലെങ്കിൽ മോൻ്റെ പാൻറ്റീസിലൊക്കെ ആവൂലേ, യൂണിഫോമിലൊക്കെ ആവൂലേ, അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ചിലപ്പോൾ മോന് വയറുവേദന വരും, ചിലപ്പോൾ ഒന്ന് കുറച്ച് വേദനയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, ഇതൊരു പ്രൗഡ് മൂമെന്റ് അല്ലേ, അപ്പോഴൊക്കെ നമ്മൾ നല്ല ബ്രേവായിട്ട് നല്ല ധൈര്യത്തോടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും പുള്ളിക്കാരിക്ക് അക്സെപ്റ്റബിൾ ആണ്. എന്നാൽ പോലും അതൊരു പുതിയൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ ഒന്നും അറിയാതെ പിള്ളേര് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി പോകും. അപ്പോൾ ഒരു സൂചന നമ്മൾ കൊടുത്ത് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, ചില കുട്ടികൾക്ക് എല്ലാ മാസവും വരും. പാരൻസിനോടാണ് കേട്ടോ പറയുന്നത്. നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരു പ്രശ്നമാണ്, വിളിച്ചിട്ട് എടി നിന്റെ മോൾക്ക് എല്ലാ മാസവും വരാറുണ്ടാടി, ബന്ധുക്കൾ വിളിച്ചിട്ട് ചോദിക്കും എൻ്റെ മോൾക്ക് എല്ലാ മാസവും വന്ന്, അങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ മാക്സിമം ഒഴിവാക്കട്ടോ. കാരണം ഒരു 2 വർഷമെങ്കിലും മിനിമം എടുക്കും ഇതൊന്ന് എല്ലാ മാസവും വരാൻ, അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ഡേറ്റ് കറക്റ്റ് ആവാൻ. അതായത് അവർക്ക് വരുന്ന കുറച്ച് ഹോർമോൺസ് അത് മെച്ചൂർഡ് ആവണം, അതിനൊരു സമയം, ഒരു ഗ്യാപ്പ് കൊടുക്കണം. അതിനു മുമ്പ് തന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര ബ്ലീഡിങ് ആടി, എൻ്റെ മോൾക്ക് ഭയങ്കര ബ്ലീഡിങ് കുറവാടി, അങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥകൾ പറയാതിരിക്കുക. പിന്നെ കുട്ടിയുടെ അനുവാദം വേണം. എന്ത് മോളെ ഞാനിത് ആൻറ്റിയോടൊന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എല്ലാവരെയും വിളിച്ചിട്ട്, അല്ലെങ്കിൽ അമ്മ ഒന്ന് സ്റ്റോറി ഇട്ടോട്ടെ. ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണല്ലോ സ്റ്റോറി ഇടലും യൂട്യൂബിൽ ആഘോഷിക്കുന്ന കാര്യങ്ങൾ ഇടലൊക്കെ. ഇതെല്ലാം ഉറപ്പായിട്ടും കുട്ടിയുടെ അനുവാദം ചോദിച്ചിരിക്കണം. ഇത് അവളുടെ കാര്യമാണ്, അവളോട് അനുവാദം ചോദിച്ചിരിക്കണം. ബന്ധുക്കളോട് പോലും പറയണമെങ്കിൽ തന്നെ അവളോട് അനുവാദം ചോദിച്ചിരിക്കണം. സെലിബ്രേഷൻ ചെയ്യുന്നതിൽ ശരി അവളോട് അനുവാദം ചോദിച്ചിരിക്കണം. ഇത് നിർബന്ധമായിട്ടും എനിക്ക് തോന്നിയൊരു ഇതാണ്, ആ കുട്ടിയുടെ അനുവാദം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, കുട്ടിയുടെ അനുവാദം വേണം. മനസ്സിലായോ? പിന്നെ അയ്യോ നീ പെണ്ണായി, വലിയ പെണ്ണായി, നീ ഇനി തുള്ളിച്ചാടി നടക്കരുത്, കാല് കയറ്റി വെക്കരുത്, ദൈവത്തോർത്ത് പീരീഡ്സിന് ആ കുട്ടികളെ വെറുപ്പിക്കരുത്. പീരീഡ്സ് ആയതുകൊണ്ട് എൻ്റെ ഫ്രീഡം ഒക്കെ പോയി, എൻ്റെ ഇതെല്ലാം പോയി എന്നൊരു ചില പിള്ളേർ ഭയങ്കര സാഡായിട്ട് പോകും. കാരണം ഈ കുട്ടികൾക്ക് അപ്പത്തിന് അത് ചെയ്യാൻ പാടില്ല, നീ പീരീഡ്സ് ആയതാണ്, വലിയ പെണ്ണായതാണ്,
ഇതൊന്നും നിങ്ങൾ പറയാതിരിക്കൂ ദൈവത്തോർത്ത്. കാലൊന്ന് പൊക്കി വെച്ചെന്ന് വെച്ചാൽ ഒന്നും വരാനില്ല. കാല് പൊക്കി വെക്കുമ്പോൾ മോനെ, നീ ആ കാല് പൊക്കി വെക്കുമ്പോൾ നിന്റെ അടിവസ്ത്രം കാണുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ കാല് പൊക്കി വെക്കുന്നതല്ല അവിടെ തെറ്റ്. മനസ്സിലായോ? പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നീ ഇപ്പൊ വലിയ പെൺകുട്ടിയാണ്, പക്ഷെ വലിയ പെൺകുട്ടിക്ക് എന്തൊക്കെ വേണം? നല്ല ധൈര്യം വേണം, നല്ല ഹൈജീൻ വേണം. മോളിനി സ്വയം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹൈജീൻ നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? ഒരു മാക്സിമം 3 hour, അത് ബ്ലഡ് ആയാലും ഇല്ലെങ്കിൽ പാഡ് മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ സ്വകാര്യ ഭാഗങ്ങൾ അത് റിമൂവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പീരീഡ്സ് ആയി നീ അടങ്ങി ഒതുങ്ങിക്കണം, നീ ചാടിക്കളിക്കരുത്, നീ അവിടെ പോവരുത്, ഇവിടെ പോവരുത്. ആ കുട്ടിയുടെ ഇത് നോക്കുക. അവൾക്ക് പെയിൻഫുൾ ആണോ? മോളെ, അമ്മ പറഞ്ഞത് ചാടിക്കളിക്കല്ലേ എന്ന് പറഞ്ഞു. മോന് പെയിൻ അല്ലേ? അപ്പൊ 1-2 ദിവസം മോനൊന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. കുറേ പെയിൻ, ചെറിയ പെയിൻ വരുമ്പോൾ തന്നെ അപ്പൊ തന്നെ മരുന്നുകൾ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ഒന്ന് ചൂടുവെള്ളവും നമ്മളൊന്നും ഒരു പരിഗണന. എന്നെ പോലത്തെ കുതിരത്തള്ളയൊക്കെ ആണെങ്കിൽ എങ്ങനെ പരിഗണിക്കുന്നാവും? ഞാൻ പറയും അതൊക്കെ വേദനയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളൊന്ന് കാലൊക്കെ തടയി കൊടുത്ത്, അപ്പന്മാർക്കും പറ്റോട്ടോ, മൃഗങ്ങളായ മനുഷ്യരുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതും നമ്മുടെ മക്കളോട് പറയണം, ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ മറ്റുള്ള എതിർ ലിംഗത്തിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്രായമാണ് എന്നൊക്കെ പോകവേ, ഈ 9 വയസ്സുകാരിനോട് പറയാനല്ല, പോകവേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ, അവർക്കൊരു ക്രേവിങ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് അനുവദിച്ചു കൊടുക്കുക. അവർക്കൊരു ചെറിയൊരു പരിഗണന കൊടുക്കുക. അതും പറഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി തലയെ കയറ്റരുത്. കാരണം അവർ ഒറ്റക്ക് ഹോസ്റ്റൽ കെട്ടിച്ചൂർന്ന കാര്യമൊന്നും ഞാനിവിടെ പറയത്തില്ല കേട്ടോ. ഹോസ്റ്റലിൽ പോയി ജീവിക്കേണ്ടി വരും, ജോലി സ്ഥലത്ത് പോവേണ്ടി വരും. അപ്പൊ അവർക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഓവർ കെയർ കൊടുക്കുകയും ചെയ്യരുത്. എന്നാ ഒന്ന് പരിഗണിക്കണം ആ കുട്ടികളെ കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണ്? പിന്നെ ഇതില് ബ്ലീഡിങ് ചില കുട്ടികൾക്ക് ചിലപ്പോൾ ആദ്യത്തെ ബ്ലീഡിങ് ഒരു 10 ദിവസം വരെയൊക്കെ നിൽക്കും. ഭയങ്കരമായിട്ട് 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. പിന്നെ 3 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരുന്നുണ്ട്, പീരീഡ്സുകൾ തമ്മിൽ 3 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഇതെല്ലാം ഞാൻ എഴുതിയെടുത്തേക്കേട്ട, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില കുട്ടികൾക്ക് ഉണ്ടല്ലോ ഈ വൈറ്റ് ഡിസ്ചാർജ്, അതായത് ഒരു വെള്ളപ്പോക്ക് എന്നൊക്കെ പറയും. നമ്മൾ ഈ ബ്ലഡ് വരുന്ന ഭാഗത്ത് തന്നെ ഒരു വെള്ള കളറിലെ ഒരു കഞ്ഞിവെള്ളം പോലെയുള്ളത് ഈ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറായിട്ട് പറഞ്ഞ നല്ലൊരു ഡോക്ടറാണ്, റെനി ഡോക്ടറാണ്. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത പീഡിയാട്രിഷ്യനാണ് പുള്ളിക്കാരി. ഇപ്പോൾ കോതമംഗലത്ത് ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. അന്നമ്മയുടെ ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ ഓൺലൈനിലാണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഒരു ആദ്യത്തെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഒരു 10 ദിവസത്തിൽ കൂടുതലൊക്കെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അയ്യോ എന്താണാവോ എൻ്റെ മോൾക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതുങ്ങളെ പേടിപ്പിക്കല്ലേ. അപ്പൊ തന്നെ അവരോടൊക്കെ വിളിച്ച് ചോദിച്ച് എടി നിന്റെ മോക്കുണ്ടാ ഇത്രയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ഒഴിവാക്കി അവരുടെ ലൈഫ് നോർമലാണ് എന്ന രീതിയിലേക്ക് അവരെ സമാധാനത്തോടെ വിടാനായിട്ട് പറ്റണം. കാരണം എനിക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ 84 ആണ് ജനിച്ചത്. എനിക്ക് തോന്നുന്നില്ല ആ കാലഘട്ടത്തിലേക്ക് ഇതൊക്കെ നമുക്ക് ആരെങ്കിലും സമാധാനത്തോടെ പറഞ്ഞു തന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴാണ് ഗവൺമെന്റ് ഹോളിഡേസ് കൊടുക്കുന്നു. ആ സമയത്തൊക്കെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ അമ്മമാരാണെങ്കിലും അപ്പന്മാരാണെങ്കിലും ഇത് പറയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. കുഞ്ഞുമക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇത് പേടിക്കേണ്ടല്ല, ഇത് പ്രൗഡ് മൊമെന്റ് ആണ്. കൂട്ടുകാർക്ക് ഉണ്ടായാലും നിങ്ങൾ കൂടെ കൂട്ടി ഇത് പേടിക്കണ്ട, നാണിക്കണ്ട, നമുക്ക് ടീച്ചറോട് പറയാം എന്ന് പറയണം. പിന്നെ ചെറിയൊരു കിറ്റ്, അതായത് ടിഷ്യൂ ആയിക്കോട്ടെ. ഞാൻ പാഡൊക്കെ എങ്ങനെ വേസ്റ്റിൽ കളയണം എന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പിള്ളേർക്ക് മനസ്സിലാവാൻ ചാൻസസ് ഇത്തിരി കുറവാണ്. എന്നാൽ പോലും നമ്മൾ അമ്മമാരൊന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെ ഇത് കളയണം. അതായത് എപ്പോഴും നമ്മളെ ബാഗിൽ അല്ലെങ്കിൽ ട്രാവലിങ്ങിൽ ഒരു പാഡും ഒരു 2 വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ടിഷ്യൂ വെക്കാനും ഒരു എക്സ്ട്രാ പാൻറ്റി വെക്കാനും അങ്ങനത്തെ ഉള്ള കിറ്റുകൾ സൂക്ഷിക്കാൻ പഠിപ്പിക്കാം. പിന്നെ ആദ്യമേ പോയി മെഡിസിൻസ് കഴിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാനും, കുറച്ച് പെയിനൊക്കെ ഒരുപാട് ഹെവി പെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് സഹിക്കണോടി എന്നൊക്കെ ഒന്ന് പറയരുത്, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പിന്നെ പെയിൻ കുറക്കാനൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നവരെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഒരു 70% ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഇവരെ തിന്നിപ്പിക്കാൻ പറ്റും. എങ്ങനെ?
മോനെ പെയിൻ കുറയും, ബ്ലഡ് ദേ വരുന്നതൊക്കെ കുറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഈ കുട്ടികൾ കഴിക്കത്തില്ല, എന്നാൽ പോലും കഴിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക, കുറച്ചൊന്ന് പരിഗണിക്കുക. അതും പറഞ്ഞ് കൊഞ്ചിച്ച് തലയിൽ വെക്കാനല്ലേ ഞാൻ പറയുന്നത്, കുറച്ചൊന്ന് പരിഗണിക്കാം അല്ലേ. അപ്പൊ ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലായെന്നില്ല. കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പൊട്ടത്തരങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ചു, അതൊക്കെ ഒന്നും ഇവിടെ പറയുന്നില്ല. അത്യാവശ്യം ഞാനൊരു ഒരുപാട് വലിച്ചു കിട്ടാതൊക്കെ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക് വേണോ? ഈ ലിപ്സ്റ്റിക് ഇല്ലേ, ChatGPT-യോട് ഞാൻ ചോദിച്ചു, ChatGPT ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിച്ചു, എനിക്ക് ക്യാൻസറിന്റെ എന്തെങ്കിലും കണ്ടന്റ് ഇല്ലാത്തൊരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോ ChatGPT പറഞ്ഞത് ലിപ്സ്റ്റിക് കാരണം ക്യാൻസർ വന്നത് അങ്ങനെ ലിസ്റ്റിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ ലിപ്സ്റ്റിൽ ഉപയോഗിക്കുന്ന കണ്ടന്റ് ക്യാൻസർ വരാൻ ചാൻസസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ലോറിയലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. അതിൽ ഈ പറഞ്ഞ ലിപ്സ്റ്റിക്കിൽ അപകടകരമായിട്ടുള്ള എന്തോ കണ്ടന്റ് കുറവാണെന്ന്. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കട്ടോ, എന്തായാലും ഒരു വഴിക്ക് പോണേലടാ. അപ്പൊ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും ടാഗ് ചെയ്തു. അപ്പൊ ഇത്രയൊക്കെയാണുള്ള ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 8 വയസ്സൊക്കെ ആയിട്ടുണ്ടോ പറഞ്ഞു തുടങ്ങിക്കോ, സംസാരിച്ച് തുടങ്ങിക്കോ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.